ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. വലിയൊരു ചോദ്യമാണ്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ചുരുണ്ടു പോവുകയാണ്. ഇത് വല്ലതും പ്രോബ്ലമാണ്? ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡോക്ടറുടെ പ്രോബ്ലം അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച ടെക്നിക്ക് ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ സർജറി ടീമിന് അത് ശരിയായിട്ട് ചെയ്തില്ല, സംതിങ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അതിനുള്ളൊരു ആൻസറാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതെ, അത് നിങ്ങൾ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? സുഹൃത്തെ, ഇത് നോർമലാണ്. കാരണം എൻ്റെ മുടിയും ചുരുളാറുണ്ട്. മുടിയാണെങ്കിൽ അത് ചുരുളും. ഓക്കെ, എന്തുകൊണ്ട് ചുരുളുന്നു? ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. മെയിൻ റീസൺ എന്നുള്ളത്, ഇപ്പം നമ്മളൊരു എക്സിസ്റ്റിംഗ് ഹെയറുള്ള വ്യക്തി ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി വിട്ടേക്ക്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ മുടി എന്താ സംഭവം, ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് അതിന് കണക്കെടുക്കുക. ഒരുപാട് ഗ്രാഫ്റ്റുകൾ ഉണ്ടാവും, അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക. മേ ബി 100 ഉണ്ടാവാം, 120 ഉണ്ടാവാം. അപ്പം നമ്മൾ ഒരു മുടി വളരുമ്പോൾ മറ്റേ മുടിയുടെ ഇടയിൽ അത്രയും ഗ്യാപ്പ് കുറവാണ്. അപ്പം ഇതിന് തമ്മിൽ സപ്പോർട്ട് കൂടുതൽ കിട്ടും. അപ്പം എന്താ പറയുക, ചുരുളാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മുടി ചുരുളാൻ ഒരു റീസൺ എന്ന് വെച്ചാൽ, ഇത് നമ്മളൊരു സ്ലിറ്റ് ഇടുന്നില്ല, ഹോൾ ഇടുന്നില്ല. എന്തായാലും നാച്ചുറൽ മുടീൻ്റെ ആ ഒരു അത്ര അടുപ്പിച്ച് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ആയി പോകും, അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് വളരാതിരിക്കാം. അപ്പോൾ ഈ ഒരു മുടിക്കും മറ്റൊരു മുടിക്കും തമ്മിൽ സപ്പോർട്ട് കുറവാണ്. അതുകൊണ്ടാണ് മെയിൻ റീസൺ, അത് ചുരുളാണ് ഒരു റീസൺ. പിന്നെ ഇത് സ്വാഭാവികമായ പ്രക്രിയയാണ്. നമ്മളിപ്പോൾ ഒരു മുടി നീട്ടി വളർത്തുമ്പോൾ അത് ലെങ്ത്ത് കൂടും തോറും അത് ചുരുണ്ടുകൊണ്ടാണ് കൂടുന്നത്. എങ്ങനെ ഇതിനെ മറികടക്കാം? ഇതാണ് നമ്മൾക്ക്. ഇപ്പം ഞാൻ എന്നെ മുടി ചുരുളാറുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ ടിപ്സ് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ മുടി നമ്മൾ കുളിക്കുമല്ലോ, കുളിച്ചിട്ട് മുടി പൂർണ്ണമായിട്ട് ഉണങ്ങുന്നതിന് കുറച്ച് ഉണങ്ങണം. പൂർണ്ണമായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ചീർപ്പ് എടുക്കുക. ഞാൻ ഇങ്ങനത്തെ ചീർപ്പിൽ ഞാൻ മുടി ചെയ്യാറും. നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നിങ്ങൾ മുടി ഇങ്ങനെ വാരുക, ഇങ്ങനെ ജസ്റ്റ് വാരുക. ഓക്കെ, ഇങ്ങനെ നല്ലപോലെ അതിൻ്റെ എല്ലാ അറ്റം കറക്റ്റായിട്ട് വാരുക. വാർന്ന ശേഷം ജസ്റ്റ് ഒന്നുകൂടി മുകളിലോട്ട് വാരുക, മുകളിലോട്ട് ചീകുക. നമ്മൾ വാരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചീകുന്നുണ്ട് കേട്ടോ. സോറി, ഞാൻ കാസർഗോഡ് ഭാഷ ഉപയോഗിച്ചത്. ഇങ്ങനെ ചെയ്യുക. ഞാൻ എൻ്റെ സ്റ്റൈൽ ഇതാണ്. ഏത് സ്റ്റൈൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരുടെ കർളിനെസ് അവിടെ പോകുന്നുണ്ട്. നോ പ്രോബ്ലം. പിന്നെ വേറെ കാര്യം, കർളി വരാനുള്ള ഒരു റീസൺ, നിങ്ങളെ മുടി ചെയ്യാറില്ല. മെയിൻ റീസൺ ഞാൻ എത്ര പേരോട് പറഞ്ഞു നേരിട്ട്, അതേപോലെ എന്നെ വിളിക്കുന്ന ആൾക്കാരെല്ലാം ഞാൻ പറയാറുണ്ട്, അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മുടി ടച്ച് ചെയ്യാറില്ല. അതായത് കൈ കൊണ്ട് ടച്ച് ചെയ്യില്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്നും. അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അവർ കുളിക്കുമ്പോൾ ഇങ്ങനെ ഒപ്പിയെടുക്കും. ഞാൻ പറയട്ടെ, ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മുടി നമ്മൾ തലയിൽ തൊടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ റബ്ബ് ചെയ്യുന്നുണ്ടോ നല്ലതാണ്. ചെറിയ സ്മോൾ റബ്ബിങ് കൊടുക്കണം. ആൻഡ് നമ്മൾ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞാൽ മുടി ചീകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഏറ്റവും ബെസ്റ്റാണ്, സർക്കുലേഷൻ കൂടും. ഇത് മുടി ചീകയില്ല. മുടിയൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മുടി ഇങ്ങനെയാണ് ചില ആൾക്കാർ ചെയ്യുന്നത്, വളരെ സോഫ്റ്റായിട്ട്. ഒന്നും ഒരു കൊല്ലം കഴിഞ്ഞിട്ടും അവർ മുടി ടച്ച് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഈ മുടി ചുരുണ്ട് വരാൻ കട്ടിക്കൂടി എന്തൊക്കെയോ സംഭവിക്കുന്നു. അപ്പോൾ നിങ്ങളെ മുടി നല്ലപോലെ ചീകാതിരിക്കരുത്. ചീകാതെ ഇരുന്ന് കഴിഞ്ഞാലാണ് ഡാമേജ്. അതേപോലെ തന്നെ എന്താ പറയുക, ചീകുമ്പോൾ കുറച്ച് മുടികൾ പോകും. ഇത് മുടികളാണ് പോകുന്നത്. നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് മുടിയല്ല. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഗ്രാഫ്റ്റാണ്, മുടിയല്ല. മുടി പുറമേ കാണുന്നത് മാത്രമാണ് മുടി. ഇതിൻ്റെ ഭൂരിഭാഗവും സ്കിന്നിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഹോളുകൾ എടുത്തിട്ട് എന്തിനാണ് ഗ്രാഫ്റ്റ് വെക്കുക? ആ ഹോളുകൾ എടുക്കിയിട്ട് ആ ടിഷ്യൂനെയാണ് നമ്മൾ സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങളെ എന്താ പറയുക, വെച്ച ഗ്രാഫ്റ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് ബ്ലഡ് വരും. ഓക്കെ, അതുകൊണ്ട് ഈ മുടി പോയാലും മുടി റിട്ടേൺ വരും. അതുകൊണ്ട് ഇനി മുടി ചെയ്യാതിരിക്കരുത്. കർളിനെസ് ഒരു പ്രോബ്ലം അല്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് നാച്ചുറൽ നമ്മൾ അലോവേര ഉണ്ടല്ലോ, കറ്റാരവാര, അതിൻ്റെ ജെല്ല് ഉപയോഗിക്കാം. നാച്ചുറൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കും. അത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാറുണ്ട്. കൂടുതലും ഡ്രൈനെസ് വരുമ്പോൾ ഞാൻ വെളിച്ചെണ്ണയും ആൽമണ്ട് ഓയിൽ ഞാൻ മിക്സ് ചെയ്യും. ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആൽമണ്ട് ഓയിൽ പകുതി ക്വാണ്ടിറ്റി എടുക്കുക, വെളിച്ചെണ്ണ കൂടുതൽ എടുക്കുക, അതിൻ്റെ പകുതി ആൽമണ്ട് ഓയിൽ എടുക്കുക. ആൻഡ് അതിനെ മിക്സ് ചെയ്യുക. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സുൽ അത് പൊട്ടിച്ചിടുക, മിക്സ് ചെയ്യുക, തലയ്ക്ക് തേക്കുക. തേച്ചിട്ട് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക. മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കുളിക്കുക. ഒന്ന് ചെയ്ത് നോക്കുക, ഡ്രൈനെസ് മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു ചെറിയ സംശയത്തിനുള്ള മറുപടി എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന ചാനൽ ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം 6.5 വർഷം കംപ്ലീറ്റ് ചെയ്യുന്നു. ഞാൻ എൻ്റെ പഴയ ഫോട്ടോസ് ഒന്ന് കണ്ടോളൂ. ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ കംപ്ലീറ്റ് ആയിട്ട് കഷണ്ടി ആയിരുന്നു, ഡോണറിനെ മാത്രം ഉണ്ടായിരുന്നു. ഇത് മൊത്തം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഹെയർ മാത്രം എൻ്റെ തലയിലുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.